ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഒരു 5-6 വയസ്സുള്ളൊരു മോക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാലൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. പാൻറ്റിനും ബോട്ടത്തിനും നമ്മൾ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അളവിന് വേണ്ടിയിട്ട് നമ്മളൊരു ജീൻസിൻ്റെ പാൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഷോർട്ട്സാണ്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്താലോ. വൈറ്റ് അക്കോവയുടെ മെറ്റീരിയലാണ് ഞാൻ ടോപ്പിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് അത്രയേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലെങ്ത്ത് അധികം ഇടാഞ്ഞത്. അപ്പോൾ ലൈനിങ്ങും അതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്ത ലൈനിങ്ങും ടോപ്പും. ഇനി പാൻറ്റിനുള്ളത് നമുക്ക് നോക്കാം. പാൻറ്റും 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളിപ്പോൾ അളവിനെടുത്തേക്കുന്ന പാൻറ്റിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴെയും അതേപോലെ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ. ലൈനിങ്ങും ക്ലോത്തൂടെ ആദ്യം തന്നെ ഞാൻ ജോയിൻ ചെയ്തെടുക്കുവാണേ. ജോയിൻ ചെയ്തെടുത്തിട്ട് അടിഭാഗം നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വലുതായിട്ടൊന്നും മടക്കി അടിക്കുന്നില്ല, കാരണം മെറ്റീരിയൽ ഷോർട്ടേജ് കാരണമാണ്. അപ്പോൾ അതാ താഴത്ത് ഫ്രില്ല് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തുണി 2.5 ഇഞ്ചിൻ്റെയാണ് ഞാൻ ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നത്. 2.5 ഇഞ്ചിൽ നിന്നും അടി മടക്കി അടിക്കുമ്പോൾ ഒരു 2 ഒക്കെ വരും. അപ്പോൾ അതിനാലും ചെറിയ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് അതിനെ ജോയിൻ്റ് ചെയ്തിട്ടാണ് ഞാൻ കാലടിച്ചെടുക്കുന്നത്. അപ്പോൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് 7 ഇഞ്ചിൽ കാലടിച്ചെടുത്തേ. എന്നിട്ട് രണ്ടും അതേപോലെ അടിച്ചെടുത്തിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം മടക്കി അടിച്ചു കൊടുക്കണേ. അപ്പോൾ കഴിഞ്ഞ തൊട്ട് ഇലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡൗട്ടുണ്ട് കേട്ടോ. ഇലാസ്റ്റിക് നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് എല്ലാം വെവ്വേറെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ നന്നായി വലിയുന്ന ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മുടെ ഹിപ്പിനേക്കാളിലും ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ടാണ് ഇലാസ്റ്റിക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് നിൽക്കൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ അധികം വലിയാത്ത ഇലാസ്റ്റിക്കാണ്. അപ്പോൾ എൻ്റെ ഹിപ്പ് എന്ന് വെച്ചാൽ 21ആണ്. 21ൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇലാസ്റ്റിക് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അക്കോവ സെറ്റ് ചെയ്ത് കൊടുക്കാം. അക്കോവയുടെ കഴുത്തടിച്ചെടുക്കുവാണ്. ഇത് സിമ്പിളായിട്ട് കഴുത്തടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ബാക്കിൽ ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ ഇനി ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ അടിച്ചെടുത്തിട്ട് ഒന്നുകൂടെ വരച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തേക്കുവാണ്. ഫ്രണ്ട് ആംഹോളും എടുത്ത് വെട്ടുക. ഇനി നമുക്ക് അതിൻ്റെ കയ്യിൽ ചെറിയ ഫ്രില്ല് വെച്ച് കൊടുക്കുവാണ്. ഫ്രില്ല് നേരത്തെ അടിച്ചെടുത്തായിരുന്നു, ഫ്രില്ലും വെച്ചെടുക്കുവാണ്. ഇനി അടിഭാഗം മടക്കി ഇടിച്ചിട്ട് നമുക്കിനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നല്ല ലെങ്ത്ത് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താഴെയൂടെ വൈറ്റ് നെറ്റ് വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതും വരെ ബൈ.